Peace be upon you. You are watching video from YaQeen Institute for Youth Conversation. For more, please stay tuned. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ B.A Arabic 5th സെമസ്റ്ററിലുള്ള കൊമേഴ്ഷ്യൽ അറബിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ മുഹമ്മദ് സാദിഖ് ബിൻ ഇബ്രാഹിം ഫ്രം YaQeen ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് കോൺവെർസേഷൻ. നമുക്ക് ഈ പേപ്പറിൻ്റെ മുഹ്തവിയാത്തുകൾ, കണ്ടൻസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 3 ഭാഗമായിട്ട് കാണാം. റിസാലത്തുൻ ഇലാ സദീഖ്, നസ്വ അഖ്ദി സിവാജ്, അൽ മുഫ്രദാത്ത്. ഒന്ന് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ആണ്, രണ്ടാമത്തേത് അഗ്രിമെൻറ്റ്സ്, കോൺട്രാക്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യലാണ്, മൂന്നാമത്തേത് കുറച്ച് വൊക്കാബുലറീസ് ആണ്. ആദ്യമായി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് യൂണിറ്റുകൾ പരിശോധിക്കാം. അൽ മുറാസലാത്തു ഫിൽ അറബിയ, അറബിയിലുള്ള കറസ്പോണ്ടൻറ്റ്. റസായിലു ഷഖ്സിയ, പേഴ്സണൽ ലെറ്റേഴ്സ്. റസായിലു തിജാരിയ, കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സ്. റസായിലു മുസ്റഫിയ, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്നതൊക്കെയാണ് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 യൂണിറ്റുകൾ. ഒന്നാമത് അൽ മുറാസലാത്തു ഫിൽ അറബിയ, അറബിക് കറസ്പോണ്ടൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. റിസാല ഹിയ അഖ്ദമു ഫന്നിൻ നസ്രിയൻ. കത്ത് എഴുതുക എന്നത് വളരെ പ്രാചീനമായ, വളരെ പഴക്കം ചെന്ന ഒരു നസ്രിയായ കലയാണ്. നസ്ർ എന്ന് പറഞ്ഞാൽ ഗദ്യം, ഷെയർ എന്ന് പറഞ്ഞാൽ പദ്യം. അപ്പോൾ 2 രീതിയിലാണ് അറബ് ഭാഷയിലെ എഴുത്തുകൾ വേർതിരിക്കാറുള്ളത് പൊതുവെ. അപ്പോൾ നസ്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കലയാണ് കത്തെഴുത്ത് എന്ന് പറയുന്നത്. വളരെ കാലം മുമ്പ് തന്നെ മനുഷ്യന്മാർ മെസ്സേജുകൾ എഴുതി അയക്കുമായിരുന്നു. അത് ചില ആളുകളുടെ കൈവശം കൊടുത്തയക്കാം, ചിലപ്പോൾ ചില പക്ഷികളുടെ കാലിലോ മറ്റെവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടൊക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു. വളരെ ചെറിയ പീസ് ഓഫ് പേപ്പറിലൊക്കെ മെസ്സേജുകൾ അയക്കുമായിരുന്നു. യൂജഹു ബിഹ ഇല ഇൻസാനിൻ മുഅയ്യിനിൻ ബിനഖ്ലി മാലൂമാത്തിൻ മുഅയ്യിന ബി ഉസ്ലൂബിൻ മുഅയ്യിൻ. ഒരു പെർട്ടിക്കുലർ വ്യക്തിയിലേക്ക് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മെസ്സേജ് ഒരു പ്രത്യേക രീതിയിൽ അയക്കുന്നതിനാണ് റിസാലത്ത് ഉപയോഗിക്കാറുള്ളത്. ഇല ഇൻസാനിൻ മുഅയ്യിൻ, ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ബിനഖ്ലി മാലൂമാത്തിൻ മുഅയ്യിന, ഒരു പ്രത്യേകമായ ഇൻഫർമേഷൻ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ബി ഉസ്ലൂബിൻ മുഅയ്യിന, ഒരു പ്രത്യേക രൂപത്തിൽ. ഇതിനാണ് ലെറ്റർ എഴുതുന്നത്. وكتابة الرسائل تحتاج إلى التدرب والتمرن والأفكار والمشاعر العميقة. കത്ത് എഴുതുക എന്നത് അതിന് കുറച്ച് പ്രാക്ടീസ് വേണം, ട്രെയിനിങ് വേണം, തദറുബ് ട്രെയിനിങ്, വലഫ്കാർ നല്ല ചിന്ത വേണം, വൽമഷായിരിൽ അമീക്ക ഡീപ്പായിട്ടുള്ള കുറച്ച് ഫീലിങ്സും കൂടി വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് കത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മെസ്സേജിങ്, കോളിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം, ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതി അത് അവിടെ കിട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് മെസ്സേജ് മറുപടി വരുമ്പോഴേക്ക് മാസങ്ങളൊക്കെ എടുക്കും. ഒരു മരണ വാർത്തയൊക്കെയാണ് അറിയിക്കുന്നതെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വിവരം കിട്ടുക. എന്ന് മാത്രമല്ല, ഒരു കത്തയച്ചാൽ എല്ലാവർക്കും എഴുതാൻ അറിയുണ്ടാവില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയുണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വേണം കത്തുകൾ വിവരം അറിയാൻ വേണ്ടിയിട്ട്. ഭാര്യ ഭർത്താവിനെ അയക്കുന്ന കത്ത് വേറൊരാളെ കൊണ്ട് വായിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികത ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു രീതിയായിരുന്നു, ഒരു സംഗതിയായിരുന്നു ഒരുപാട് കാലം മുമ്പ് കത്തെഴുത്ത് എന്ന് പറയുന്നത്. പിന്നീടാകട്ടെ ഈ കത്ത് എഴുത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കത്ത് പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഗാനാരചനകളൊക്കെ വികസിച്ച് വന്നതായിട്ടൊക്കെ നമുക്ക് അറിയാം. കുറച്ചുകൂടെ പോയിന്റുകൾ പറയുകയാണെങ്കിൽ വഖദ് ലഹറ ഹാദൽ ഫന്ന് മുൻദു അമദിൻ ബഈദിൻ ഹത്താ ഫിൽ അസ്റിൽ ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഈ ഒരു ഫന്ന് നിലവിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ വഖദ് ലഹറ ഹാദൽ ഫന്ന്, ഈ ഫന്ന് നിലവിലുണ്ടായിരുന്നു മുൻദു അമദിൻ ബഈദിൻ, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, ഹത്താ ഫിൽ അസ്റിൽ ജാഹിലിയ കാലഘട്ടത്തിൽ വരെ. സുമ്മ തതവറത്ത് റിസാല, എന്നിട്ട് പിന്നീട് ഈ കത്തെഴുത്ത് കുറച്ചുകൂടി വികസിച്ചു. വസ്ദഹറത്ത് ഫിൽ അസ്റിൽ അബ്ബാസി ഇസ്തിഹാറൻ വാസിയൻ, അബ്ബാസി കാലഘട്ടത്തിലാവട്ടെ അത് വളരെയധികം പുരോഗതി കൈവരിക്കുകയും ചെയ്തു. തതവറയുടെ ഏകദേശം അർത്ഥം തന്നെയാണ് ഇസ്തിഹാറയ്ക്ക്, പക്ഷെ കുറച്ചുകൂടി അധികം പുരോഗതി പ്രാപിച്ചു എന്നാണ് ഇസ്തിഹാറൻ വാസിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ബദാൽ ബരീദ് ഫി അഹദി മുആവിയ ഇബ്നു അബി സുഫിയാൻ, മുആവിയ ഇബ്നു അബി സുഫിയാൻ്റെ കാലത്ത് അഥവാ അബ്ബാസികളുടെ മുമ്പ് തന്നെ ബരീദ് എന്ന് പറയുന്ന സംവിധാനം നിലവിലുണ്ടായിരുന്നു. റിസാലത്ത് കത്ത് എഴുതുക, അയക്കുക എന്ന് പറയുന്ന ഓരോരുത്തരുടെയും സ്വന്തം റിസ്കിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരു സിസ്റ്റമാറ്റിക്കായി സംവിധാനിക്കുകയും അത് വാങ്ങാനും കൊടുക്കാനും മറുപടി കൊണ്ടുവരാനും ഒക്കെ ഒരു പ്രത്യേക ആൾക്കാരെ നിയമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണ് പോസ്റ്റൽ രീതി എന്ന് പറയാം, പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയാം. അതാണ് ബരീദ്. ഇത് മുആവിയയുടെ കാലത്ത് തന്നെ ആരംഭിച്ചിരുന്നു. വലാക്കിൻ ലമ്മ തതവ്വറ ടെക്നോളജിയ ഫിൽ ഖർനിൽ 20ാം നൂറ്റാണ്ട്, ഈ അടുത്ത കാലത്ത് ടെക്നോളജി വികസിച്ച് വന്നപ്പോൾ ഫദഹറത് ആലാത്തുൻ മുഹദസ ലിതബാദുലിൽ അഖ്ബാർ, വിവര കൈമാറ്റത്തിന് വേണ്ടി നിരവധി ആധുനിക കണ്ടുപിടുത്തങ്ങൾ, ഡിവൈസസ്. ആലാത്തുൻ മുഹദസ
മോഡേൺ ഡിവൈസസ് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി, ഏതുപോലെ ഫാക്സ് അത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ ബരീദ് അല്ലെ ഇലക്ട്രോണിക് ഇമെയിലും ഫാക്സും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ട ഒരു കാലമാണ് ഈ കർണുൽ ഇഷ്രീൻ, 20-ാം നൂറ്റാണ്ട്. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി ഫതലക്കത്ത് അരിസാല ഇഹ്മാലൻ, കത്തെഴുത്തിന് കുറച്ച് അവഗണന നേരിടേണ്ടി വന്നു. ബി ഖുദൂമി ഹാദിഹിൽ വസായിൽ ജദീദ, ഈ നവീന മാധ്യമങ്ങളുടെ വരവോടുകൂടി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് കുറച്ച് പിന്നാക്കം പോയത് കത്തെഴുത്തിൻ്റെ പ്രാധാന്യത്തിന്. ഇന്ന കിതാബത്ത് റിസാല മിൻ അഹമ്മി വസായിൽ കിതാബത്തിൽ വലീഫിയ ഫി ഹയാത്തിൽ ബഷർ, മനുഷ്യ ജീവിതത്തിൽ അവരെഴുതുന്ന ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണലായിട്ടുള്ള എഴുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കത്തെഴുതുക എന്നത്. ഫഅല കാത്തിബിർ റസായിൽ, അതുകൊണ്ട് തന്നെ കത്ത് എഴുതുന്ന ആൾ, കാത്തിബ് റസായിൽ കത്തെഴുതുന്നവൻ, അവന് നിർബന്ധമാണ് അയ്യൻകാന നൗഇഹ മിന റിസാല ഷഖ്സിയ അവൽ ഇജ്തിമാഇയ അവൽ തിജാരിയ അവൽ വദീഫ. കത്തുകൾ പല തരത്തിലുണ്ട്. പേഴ്സണലുണ്ട്, പബ്ലിക് ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്ഷ്യലുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണലായിട്ടുള്ള ലെറ്റേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള കത്ത്. അത് ഏത് തരത്തിലുള്ള കത്തുകളാവട്ടെ, എഴുതുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ യഅ്തനിയലി എഴുതാദിഹ വക്തൻ മലായിമൻ ഫാരിഹൻ മിൻ ജമീൽ അഫ്കാർ, എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞ് കംഫർട്ടബിളായിട്ട് ഒരു സമയം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുക എന്നത് കത്തെഴുതുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്പോഴേ വളരെ സ്യൂട്ടബിളായിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കാര്യം അതെന്തിനാ? ഹത്താ യകൂന ലിരിസാലത്തി തഅസീറുൻ ഫീ കൽബിൽ മുറാസിലിലൈഹി, കത്ത് ആർക്കാണോ അയക്കുന്നത് അയാളുടെ ഹൃദയത്തിലൊരു സ്വാധീനം, ഒരു ഓളം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വളരെ ഒഴിഞ്ഞിരുന്ന് വളരെ ആലോചിച്ച് ചിന്തയോടുകൂടി കംഫർട്ടബിളായി ഇരുന്ന് നല്ല പദങ്ങളൊക്കെ ഉപയോഗിച്ച് കത്തെഴുതൽ അനിവാര്യമാണ്. അത് ഏത് തരം കത്താണെങ്കിലും ശരി. ഫഇന്ന റസായിലുൽ അറബിയ ലഹാ ഖസായിസുൻ ഹാമ മിൻ റസായിലുൽ ലുഗാത്തിൽ ഉഖറ, മറ്റ് ഭാഷാ കത്തുകളെ അപേക്ഷിച്ച് അറബ് ഭാഷയിലെ കത്തിന് ഒരുപാട് പ്രധാന സവിശേഷതകളുണ്ട്. ഫൈന റസായിലുൽ അറബിയ, അറബ് കത്തുകൾക്കുണ്ട് ലഹാ ഖസായിസുൻ ഹാമ, പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ. മിൻ റസായിലുൽ ലുഗാത്തിൽ ഉഖറ, മറ്റ് കത്തുകളെ അപേക്ഷിച്ച്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മിൻഹ കിതാബത്തുൽ ബസ്മല ഫിൽ ബിദായ, തുടക്കത്തിൽ തന്നെ നമ്മൾ ബസ്മല എഴുതും. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെഴുതുന്നതിനാണ് ബസ്മല എന്ന് പറയാം. രണ്ടാമത്തത് വത്തഹാനി ബിസ്സലാമുൽ അത്തഖ്ലീദിയ അൽ ഇസ്ലാമി, ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് സലാം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയും. ഇത് രണ്ട് അറബി ഭാഷയിലുള്ള ഒരു പ്രത്യേകതയാണ്. വേറെയുണ്ട്. വഇൽകാഉൽ അദ്ഇയ ലിൽ മുറാസിലിലൈഹി, ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവും. വ ആദാഉ ദുആഉ ഫി നിഹായത്തി റിസാല, കത്തിൻ്റെ അവസാനത്തിലും ഇതുപോലെ പ്രാർത്ഥനകൾ ഉണ്ടാവും. വൽ ഖിതാബുൽ മുനാസിബ് ബി മക്കാനത്തിൽ മുറാസിലിലൈഹി, അയക്കുന്ന ആളുടെ സ്ഥാനമാനങ്ങൾക്ക് അഥവാ ഡെസിഗ്നേഷനൊക്കെ അനുസരിച്ച് അനുയോജ്യമായ അഭിസംബോധന ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിന് അയക്കുമ്പോൾ, സുഹൃത്തുക്കൾക്ക് അയക്കുമ്പോൾ, ബന്ധുക്കൾക്ക് അയക്കുമ്പോൾ, വലിയ ഓഫീസർക്ക് അയക്കുമ്പോൾ, അതിൽ തന്നെ വലിയ സിഇഒമാർക്ക്, മാനേജർമാർക്ക്, അങ്ങനെ ഓരോരുത്തർക്ക് അയക്കും. ചിലപ്പോൾ രാജാവിന് വരെ നമ്മൾ കത്തയച്ചെന്ന് വരും അറബിയിൽ. അപ്പോൾ ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ചുള്ള അഭിസംബോധന നിർബന്ധമാണ്. അത് അറബിയിലുണ്ട്. ലൈക്ക് മിനസിയാദ വൽ ഫളീല വസ്സമാഹ വൽ ഫഖാമ വസ്സആദ വസ്സുമൂ വഗൈരിഹ, ഇതുപോലെ പല രീതിയിലുള്ള അഭിസംബോധന രീതികളുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ പരിചയപ്പെട്ടു വെക്കുക എന്ന് മാത്രം. വനറ താരിഖ് വസ്മുൽ മക്കാൻ, പ്ലേസ് ആൻഡ് ഡേറ്റ്. താരിഖ് ഡേറ്റ്, വസ്മുൽ മക്കാൻ പ്ലേസ്, ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയും ഫിൽ ബിദായ വന്നിഹായ, തുടക്കത്തിലും ഒടുക്കത്തിലും. പക്ഷേ ഈ ഡേറ്റും പ്ലേസും ഒക്കെ വഹാദ വാജിബുൻ ഫിർ റസായിൽ തിജാരിയ അബി റസ്മിയ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റേഴ്സിലാണ് പ്ലേസും ഡേറ്റൊക്കെ നിർബന്ധം. വലാക്കിൻ ലം യക്കു വാജിബൻ ഫിർ റസായിൽ ഷഖ്സിയ കറിസാല ബൈനൽ അക്രിബ വൽ അസ്ദിക, അക്രിബ റിലേഷൻസ്, റിലേറ്റീവ്സ്, അതുപോലെ അസ്ദിക ഫ്രണ്ട്സ്. അപ്പോൾ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയക്കുന്ന പേഴ്സണൽ ലെറ്ററുകളിൽ ഡേറ്റ് ആൻഡ് പ്ലേസ് നിർബന്ധമല്ല. ഫർ റസായിലുൽ തിജാരിയ, കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സിൽ ലാസിമുൻ അയ്യക്കൂന ലഹ റഅസുർ റിസാല, അതിൽ റഅസുർ റിസാല ഉണ്ടാവുകയിൽ മസ്റ്റാണ്, കമ്പൽസറിയാണ്. എന്താണ് റഅസുർ റിസാല? ലെറ്റർ ഹെഡ് അല്ലെങ്കിൽ ലെറ്റർ പാഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനത്തിനാണ് റഅസുർ റിസാല എന്ന് പറയാം. നേരത്തെ പ്രിൻ്റഡ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ടൈറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു പേപ്പറിനാണ് റഅസുർ റിസാല അഥവാ ലെറ്റർ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ തിജാരിയായ കൊമേഴ്ഷ്യലായ ലെറ്റേഴ്സൊക്കെയും ലെറ്റർ ഹെഡിൽ മാത്രമേ അയക്കാൻ പാടുള്ളൂ. വയക്കൂന തഹ്തഹ ഖാത്തിമുൽ മുഅസ്സസ, അതുപോലെ തന്നെ താഴെ അതിൽ ഒഫീഷ്യലായിട്ടുള്ള സീൽ ഉണ്ടായിരിക്കുകയും വേണം, അല്ലെങ്കിൽ സൈൻ ഉണ്ടായിരിക്കുകയും വേണം. അതുകൂടി കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സിൽ നിർബന്ധമാണ്. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ചോദിക്കാം. ഫരിസാലത്തു
ഹിയ വസീലത്തുൻ ലിൽ ഇത്തിസാലി ബൈന തർഫൈനി മുതബായിദൈൻ. വളരെ വിദൂര ദിക്കുകളിലുള്ള രണ്ട് പേരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന മാധ്യമമാണ് കത്ത്. റിസാലത്തു കത്ത് എന്നത് ഹിയ അത് വസീലത്തു ഒരു മാധ്യമമാണ്, ഒരു മീഡിയ ആണ്, ലിൽ ഇത്തിസാലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ബൈന തർഫൈനി ദിക്കുകളിൽ അൽ മുതബായിദൈൻ വളരെ വിദൂരത്തുള്ള രണ്ട് ദിക്കുകളിലുള്ള ആളുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അത് ഇതാ കാലത്ത് ഹാദിഹി റിസാല ഒരുപക്ഷെ കത്തുകൾ ബൈന ഷഖ്സൈനി രണ്ട് വ്യക്തികൾ തമ്മിലാവാം, ദാ ഖറാബ ഔ സദാക്ക റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിലാവാം കത്ത് ഇടപാട്. ഫതകൂനു ഹാദിഹി റിസാല ഷഖ്സിയ. അപ്പോൾ അതിന് റിസാല ഷഖ്സിയ എന്നാണ് പറയാം, അഥവാ പേഴ്സണൽ ലെറ്റേഴ്സ് എന്ന് പറയും. വൈദാ കാനത്ത് തതഅല്ലഖു ബിൽ ഉമൂർ അൽ ഇദാരിയ അവിൽ വലീഫിയ. ചിലപ്പോൾ ആ കത്തുകളിൽ ഇദാരിയായ അഥവാ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള അവിൽ വലീഫിയ ഫങ്ഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എങ്കിൽ ഫതകൂനു റിസാല റസ്മിയ. അപ്പോൾ ആ കത്തിനെ നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരം കത്തുകൾ പറഞ്ഞു. കുറച്ചും കൂടി വിശദമായിട്ട് കത്തുകളെ വേർതിരിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ വേണം താല്പര്യമുള്ളവർക്ക് കേട്ടു നോക്കുക. അല്ലാത്ത ഭാഗങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിനെ പരമാവധി ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.